ഹായ് ഹലോ 2 ദിവസം മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു സ്വന്തം നാട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതെൻ്റെ കുഞ്ഞമ്മയാണ്, കുഞ്ഞമ്മയുടെ പേര് ലതാന്നാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് എൻ്റെ നാട്ടിൽ വരുന്നൊരു ദിവസമാണ്. ഇതാണ് എൻ്റെ പരിസരം കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ രാവിലെ ഞങ്ങൾ കുഞ്ഞമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് നേരെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. ജംഗ്ഷൻ വരെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം അധികം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഓട്ടോറിക്ഷയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നേരെ നെടുമങ്ങാട് ജംഗ്ഷനിൽ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. കുഞ്ഞമ്മയുടെ 8ാമത്തെ ദിവസം ഹോസ്പിറ്റൽ വാസമാണിന്ന്. അപ്പോൾ ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ. ഇതാണ് ഹോസ്പിറ്റൽ കേട്ടോ, ജില്ലാ ഹോസ്പിറ്റലാണ് നെടുമങ്ങാട്. അപ്പോൾ നേരെ കയറുന്ന ഓപ്പണിംഗ് സ്പേസ് ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, കുഞ്ഞമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുഞ്ഞമ്മയ്ക്ക് ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നെബുലൈസേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതാണ്. അങ്ങനെ പോയി ഇതാണ് കയറുന്ന ഇൻ്റർഫേസ് വരുന്നത്. പിന്നെ നേരെ പോകുന്നത് കാഷ്വാലിറ്റി ആ ഭാഗത്തേക്കാണ്. പിന്നെ ഒ പി ടിക്കറ്റൊക്കെ എഴുതുന്ന ആ ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ നേരെ ഒ പി ടിക്കറ്റ് എഴുതുന്ന ഭാഗത്തേക്കാണ് കേട്ടോ പോയത്. കാഷ്വാലിറ്റി കാണിക്കുന്നില്ല ഇതിൽ. അപ്പോൾ ഇതാണ് ഒ പി ടിക്കറ്റ് എഴുതുന്ന ഭാഗം. അപ്പോൾ നമ്മൾ ഒ പി ടിക്കറ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുമേനെ നേരെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയത് കാണിച്ചിട്ടില്ല ഇതിൽ. അപ്പോൾ ഇതിലേ കൂടിയാണ് നേരെ കുഞ്ഞുമേനെ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങനെ സംസാരിച്ചൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നടക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചില ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഫോണുമായിട്ട്. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലല്ലേ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ കുഞ്ഞമ്മനെ കാണിച്ചത് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കുറച്ച് എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് നോട്ടീസും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സംസാരിച്ച് തന്നെ ഡോക്ടറുടെ അടുത്ത് പോയി. പിന്നെ കുഞ്ഞമ്മയ്ക്ക് ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നോക്കിയായിരുന്നു, ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ വെയിൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നേരം ഇങ്ങനെ സിസ്റ്ററൊക്കെ ഇട്ടൊക്കെ സംസാരിച്ചു, കുറേ നേരം അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനലി ഒരു വെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തു, ട്രിപ്പ് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് നെബുലേഷൻ എടുത്തു. അത് കഴിഞ്ഞ് നേരെ നമ്മളൊരു സാരി പർച്ചേസിങ്ങിന് ഇറങ്ങി കേട്ടോ. നേരെ നെടുമങ്ങാട് സത്രം ജംഗ്ഷനിലുള്ള പാലസ് ടെക്സ്റ്റൈൽസിലാണ് പോയത് കേട്ടോ. അവിടെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ടായിരുന്നു. അവരോട് ചോദിക്കാണ്ട് ഞാൻ വീഡിയോ എടുത്ത് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നെടുമങ്ങാട് ഓട്ടോ ആയതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഇന്ന് നൈറ്റ്, അതായത് മാർച്ച് 11-ാം തീയതി രാത്രി ഇവിടെ മുത്താരമ്മൻ കോവിലിൽ ഉത്സവമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആന എഴുന്നള്ളത്തൊക്കെ രാത്രി ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങൾ രാത്രി വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെറുതായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഓട്ടോറിക്ഷയിൽ പാലസ് ടെക്സ്റ്റൈൽസിൽ പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയി നേരെ ഇറങ്ങി എൻ്റെ ഫ്രണ്ട് രേഷ്മയാണ് ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ടേ. ഇതാണ് രേഷ്മ. അവൾ അറിയാണ്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ, ഫോട്ടോ എടുക്കുകയാണെന്നാണ് വിചാരിച്ചത്. ഇതാണ് സിന്ധു ചേച്ചി. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്നിച്ച് അവിടെ നിന്നവരാണ്. പിന്നെ നമ്മൾ നേരെ പോയത് സാരി സെക്ഷനിലാണ് കേട്ടോ. സാരി സെക്ഷൻ മാത്രമല്ല, എല്ലാ ഐറ്റംസിനും അവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറവുള്ള ടെക്സ്റ്റൈൽസാണ്. അപ്പോൾ ഞങ്ങൾ സാരിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, 2 സാരി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബാങ്കിലാണ്, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 7 ടോക്കൺ നമ്പറൊക്കെ കിട്ടി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു ATM കാർഡ് വാങ്ങാനുണ്ടായിരുന്നു. വാങ്ങിയിട്ട് നേരെ അതിൻ്റെ താഴത്തെ ജ്വല്ലറി പെരേ പടൻസിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മാല കൊളുത്ത് പൊട്ടിയിട്ട് ഞങ്ങളതൊന്ന് ജോയിൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെറിയ പാദസരവും പിന്നെ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റും അങ്ങനത്തെ കുറച്ച് കളക്ഷൻസൊക്കെ ഞങ്ങൾ വെറുതെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞമ്മയുടെ കയ്യിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു മാലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞമ്മയ്ക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ അതിന് ശേഷം എന്താ പറയുക, ബില്ലൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഈ വീഡിയോ എടുക്കുന്ന കാര്യം കുഞ്ഞമ്മയ്ക്ക് അറിയില്ല കേട്ടോ, ഇത് കാണുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് കാണാം. കുഞ്ഞമ്മയ്ക്ക് റീൽസൊക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എങ്ങനെ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല. പിന്നെ അവിടെ ഒരു മിറർ കണ്ടപ്പോൾ ഞാനും വെറുതെ പോയി കുറച്ച് ഷോയൊക്കെ കാണിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ അമ്മമ്മയുടെ വകയായിരുന്നു ഇന്ന് ചിലവ്. നാട്ടിൽ കുറേ നാൾക്ക് ശേഷം വന്നതായതുകൊണ്ട് അമ്മമ്മയുടെ വകയായിരുന്നു ഫുഡ്. അപ്പോൾ ഞങ്ങളിന്ന് പോയിട്ട് കുറച്ച് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ചെറുതായിട്ടൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടുകളിലാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്.
കൊടുക്കുന്നത് വീടിൻ്റെ അടുത്തുള്ള. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തു. ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള കൊലമാണ് കേട്ടോ ഇത്. പിന്നെ നൈറ്റ് അനിയൻ്റെയും അനിയത്തിമാരുടെയും കൂടെ ഞങ്ങൾ ഓട്ടം കാണാൻ പോയി കേട്ടോ. അപ്പോൾ ഇവിടെ ഓട്ടം കാണാൻ പോയി എന്ന് പറയാം. അതായത് ഇവിടെ കുറച്ചൊക്കെ ലൈറ്റൊക്കെ ഉണ്ട്. ഇതാണ് അനിയന്മാർ, ഇതെൻ്റെ മോനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചെറിയ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ. പിന്നെ ഇതാണ് എൻ്റെ അനിയത്തിമാർ. യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ കുറേ കളിയാക്കിയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ കൂടെ വന്ന് നിന്നതാണ് കേട്ടോ. ഇതാണ് അവിടുത്തെ എഴുന്നള്ളത്ത്. വേറെയും കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മോനുള്ളതുകൊണ്ട് കുറേ നേരം ഒന്നും നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.